ഹായ് ടോറസ്. നമ്മൾ ഇന്ന് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് നോക്കാൻ പോണത്. എന്താണ് റീഡിങ്ങിൽ മെസ്സേജസ് പറയണതെന്ന്. പക്ഷെ ഞാൻ നിങ്ങളുടെ കാർഡ്സ് ഷഫൽ ചെയ്യുമ്പോൾ ഒരു എനർജി ഞാൻ കണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഒരു പേഴ്സൺ ഉണ്ട്, നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ ഉണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് കുറേ ക്ലിയർ ആയിട്ട് ഈ റീഡിങ്ങിൽ കാണാണ്ട്. പക്ഷെ ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരുടെ ഫ്യൂച്ചർ തോട്ട്സ്, അതിലാണ് എന്തോ ഒരു ട്വിസ്റ്റ് ഞാൻ കാണുന്നത്. എന്തോ ഒരു നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ കണ്ടത് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ട്വിസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ് നോക്കാം. എന്താണ് മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, ഇത് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ രണ്ടാളുടെയും ഇപ്പോഴത്തെ എനർജി കുറേ കൺഫ്യൂഷൻ ഉള്ള എനർജിയാണ്. ക്ലാരിറ്റി ഇല്ല, കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ സീക്രറ്റ്സ് ഉണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ മറച്ചു വെക്കണ എനർജി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ചില സീക്രറ്റ്സ് ഉണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരെ പറ്റി അറിയില്ല, അവർക്കും നിങ്ങളെ പറ്റി അറിയില്ല. അപ്പോൾ എന്തോ ഇവിടെ കൺഫ്യൂഷൻ, പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ക്ലാരിറ്റി ഇല്ലാത്ത എനർജി കാണാനുണ്ട്. നിങ്ങളുടെ ഓവറോൾ എനർജി കുറേ കോൺഫിഡൻറ്റ് എനർജിയാണ്. ഓർ നിങ്ങൾ ഡീൽ ചെയ്യേണ്ട പേഴ്സൺ കോൺഫിഡൻ്റ് ആയിരിക്കാം. നിങ്ങൾ അവരുടെ എനർജി കുറേ പാഷനറ്റ് എനർജിയാണ്, ഒരു ഫയർ സൈൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എനർജി കുറച്ചുകൂടിയും ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ എനർജിയിൽ സ്റ്റെബിലിറ്റി ഇല്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ കാണുന്നത് അവർക്കൊരു പേടിയുണ്ട്, ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോകാനുള്ള പേടി. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ടായി കാണുന്നത്. ഒരു ക്ലാരിറ്റി ഇല്ല, എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, പേടിയുണ്ട്. പേടിയുടെ കാരണമാണ് അവർ കമ്മിറ്റ് ചെയ്യാത്തത്. അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഉണ്ടായേ? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയി. ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഈ സിറ്റുവേഷനെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. ഞാനിവിടെ ഒരു റിന്യൂവൽ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ റീയൂണൈറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ ക്ലിയർ അല്ല ഇപ്പോഴും. ഓക്കെ, റീയൂണൈറ്റ് ചെയ്തിട്ടും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ അത് ഈ പേഴ്സൺ അറിയില്ല എന്താ മറച്ചു വെക്കണമെന്ന്, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ പേഴ്സൻ്റെ കൂടെ. ക്രഷ് ഉണ്ട്, ഒരു ഇൻഫാച്വേഷൻ മാതിരി ഒരു ഫീലിംഗ്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പക്ഷേ അവർക്ക് അറിയാം ഈ സിറ്റുവേഷനിൽ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായത് ആണ്. അതുകൊണ്ട് ഇതൊരു സ്റ്റേബിളൈസ് ആവാൻ കുറച്ച് സമയം എടുക്കും എന്ന് അവർക്കറിയാം. അപ്പോൾ ഞാനിവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പോൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. നിങ്ങളുടെ ഇൻറ്റൻഷൻ കിങ് ഓഫ് സോഡ്സ്, നിങ്ങൾ കുറേ ക്ലിയർ ആയിട്ട് ഇവരോട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടാവും. ഈ പേഴ്സൺ നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ടാണ് ഇപ്പോൾ നോക്കണത്. ഓക്കെ, ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നറിയാം, പക്ഷെ കമ്മിറ്റ് ചെയ്യാൻ റെഡി അല്ല. ഓക്കെ, ഇൻറ്റൻഷൻ അവരുടെ ഇപ്പോഴും അറിയാത്ത ഒരു ഫേസാണ്. അവർ അങ്ങനത്തെ ഒരു ഫേസിലാണ്. എന്താ വെച്ചാൽ അവർക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, പക്ഷേ അവരത് ഷുവർ അല്ല അതിനെക്കുറിച്ച്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോണത്? നിങ്ങളുടെ ഭാഗത്തുനിന്ന് 4 of Wands ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്
ആക്ഷൻ എടുക്കാൻ പോണത്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് കാര്യങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ടാവും. അത് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ലോങ് ടേം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോയെന്ന്. ഈ പേഴ്സൺ കുറേ ഒരു ഇമ്പൾസീവ് എനർജിയിലാണ്. അവരുടെ ആക്ഷനിലും ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം, ഫ്യൂച്ചർ പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം. പക്ഷേ ഇത് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പ് ആവും. പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെ അവർ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി അല്ല എന്ന് ഇവിടെ ക്ലിയറായി കാണുന്നുണ്ട്. അവർക്ക് എന്തോ ഒരു പാസ്റ്റിൽ എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും അവരുടെ മനസ്സിലൊരു പേടി. എന്താണ് അവർ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആവാത്തത്? അവർക്ക് കുറേ സ്ട്രെസ് ഉണ്ട് അതിനെക്കുറിച്ച്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് പറയുമ്പോൾ ഒരു പേടിയാണ്. പാസ്റ്റിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പാസ്റ്റിൽ അവരെന്തോ ഒരു റിസ്ക് എടുത്തിട്ട് അത് വർക്കൗട്ട് ആയി ഉണ്ടാവില്ല. അവർ പാസ്റ്റിൽ എന്തോ ഒരു റിസ്ക് എടുത്തിട്ട് അത് ശരിയായില്ല. അത് എന്തോ ഒരു ഡിസെപ്ഷനിൽ പോയി എന്ന് വെച്ചാൽ അവരെ ആരോ ചീറ്റ് ചെയ്തു. അതുകൊണ്ട് അവർക്ക് ഒരു പേടിയാണ് കമ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ സിറ്റുവേഷനിൽ. അപ്പോൾ എന്തായിരിക്കും ഔട്ട്കം? നിങ്ങൾ രണ്ടാളുടെയും ഈ കണക്ഷൻ്റെ ഔട്ട്കം എന്താണ്? ഔട്ട്കം ടവർ. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ പുറത്തു വരും. അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയും, ഒന്നും മറച്ചു വെക്കില്ല. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഒബ്സെഷനാണ്. നിങ്ങൾക്ക് അവരെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എഫേർട്ട് ഉണ്ട്, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. പാഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു മൂന്നാമത്തെ പേഴ്സൺ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സണും ഉണ്ടാവാം. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ അതിൽ ഉറപ്പിച്ചിരിക്കുക. പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഈ പേഴ്സൻ്റെ സൈൻ? അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ലിബ്ര ഉണ്ട്, കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈൻ എന്തായിരിക്കും? ഇവിടെ വന്നിരിക്കണേ സ്കോർപ്പിയോ, വെർഗോ, കാപ്രിക്കോൺ, ആൻഡ് ഇവിടെ ടോറസ്. അപ്പോൾ അത് നിങ്ങളുടെ തന്നെ സൈനാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്സിന് കമൻസിൽ എഴുതുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷേ നിങ്ങൾക്ക് ഒരു പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.